മലപ്പട്ടത്തിന് തിലകക്കുറിയായി ഇന്നൊരു ഗാന്ധി പ്രതിമ കൂടിയുണ്ട്. ആ ഗാന്ധി പ്രതിമയ്ക്ക് പിന്നിൽ കോൺഗ്രസിന്റെ ഒരു മധുര പ്രതികാരത്തിന്റെ കഥയുമുണ്ട്. അടുവാപ്പുറത്ത് ഗാന്ധി സ്തൂപം തകർത്തതിന് ബദലായാണ് കോൺഗ്രസ് മലപ്പട്ടം സെന്ററിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത്. ഒരു പ്രദേശവും പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞ് അടക്കി വാഴാൻ അനുവദിക്കില്ല എന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനം കൂടിയാണ് ആ ഗാന്ധി പ്രതിമ. അത് എല്ലാ ഭാഗത്തെയും, പ്രത്യേകിച്ച് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. ഒരു പ്രദേശവും അങ്ങനെ ആരും അടക്കി വാഴേണ്ട എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് മലപ്പട്ടത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. മലപ്പട്ടത്തെ ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് സംസ്ഥാനത്തെമ്പാടും ഉണ്ടായത്. അവിടെ അങ്ങനെ ഒരു ഗാന്ധി സ്തൂപമേ ഉണ്ടായിരുന്നില്ല എന്നാണ് CPMന്റെ നിലപാട്. ഗാന്ധി സ്തൂപം തകർത്തത് തങ്ങളല്ല എന്നും CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മലപ്പട്ടത്തെ നേതാവുമായ TK ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ എപ്പിസോഡിൽ ക്വസ്റ്റ്യൻ അവറിൽ പറഞ്ഞതും നാം കേട്ടതാണ്. ഗാന്ധി സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്താൻ വരെ തങ്ങൾ തയ്യാറാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. എന്താണ് മലപ്പട്ടത്തെ ഈ ഗാന്ധി പ്രതിമ രാഷ്ട്രീയത്തിന് പിന്നിൽ? CPMന്റെ ആരോപണങ്ങൾക്ക് കോൺഗ്രസിന്റെ മറുപടി എന്താണ്? ഈ വിഷയമാണ് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ച പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം DCC വൈസ് പ്രസിഡന്റും KPCC അംഗവുമായ മുഹമ്മദ് ബ്ലാത്തൂരാണ് അതിഥിയായി ചേരുന്നത്. കഴിഞ്ഞ ഏറെ നാളുകളായി മലപ്പട്ടത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ നടന്നപ്പോൾ അവിടെ സജീവമായി ഇടപെട്ട നേതാവ്. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം മുഹമ്മദ് ബ്ലാത്തൂർ. എന്താണ് മലപ്പട്ടത്ത് ഗാന്ധി പ്രതിമ വേണം, അവിടെ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തണം എന്ന് നിങ്ങൾ ചിന്തിക്കാനുണ്ടായ കാരണം? അവിടെ തകർത്തത് ഗാന്ധി പ്രതിമയല്ല, ആ തകർത്തതിന് പിന്നിൽ തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് TK ഗോവിന്ദൻ മാസ്റ്റർ ഇതേ സ്ഥലത്ത് വെച്ച് ഞങ്ങളോട് പറഞ്ഞത്. മലപ്പട്ടത്ത് ഗാന്ധി പ്രതിമ എന്തുകൊണ്ട് വേണം എന്നത് സംബന്ധിച്ച് CPM നടത്തിയ വെല്ലുവിളി തന്നെയാണ് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനം. അവിടെ ഉണ്ടായ സംഭവവികാസങ്ങൾ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. അടുവാപ്പുറത്ത് ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ സനീഷ്, അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നാണ് അവിടെ ഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാ പ്രിയദർശിനിയുടെയും ഫോട്ടോയുള്ള ഒരു കോൺഗ്രസിൻ്റെ കൊടിമരം ഉൾപ്പെടെയുള്ള ഒരു സ്തൂപം നിർമ്മിക്കുന്നത്. ആ സ്തൂപം അവിടെ ഒരു ദിവസം തകർക്കുകയാണ്. ആ തകർത്ത വിഷയത്തിൽ അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, പ്രവർത്തകർ, ഞാനുണ്ട്, അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളുണ്ട്, ഞങ്ങളെല്ലാം അവിടെ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. ആ പ്രതിഷേധ പ്രകടനത്തെ CPM അറ്റാക്ക് ചെയ്തു. CPM പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഇടയിലേക്ക് കയറി. ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള DYFIൻ്റെ ഒരു സംഘം ആളുകൾ പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഇടയിലേക്ക് ഇടിച്ചു കയറി ആ പ്രതിഷേധ പ്രകടനം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പോലീസ് എല്ലാവരെയും പിടിച്ചു മാറ്റി. അവിടെ നടന്ന പ്രതിഷേധ പൊതുയോഗത്തിലേക്ക് കല്ലേറുണ്ടായി. അപ്പോൾ അവിടെ ഒരു പ്രതിഷേധം പോലും നടത്താൻ CPM സമ്മതിക്കില്ല എന്ന ഒരു ഘട്ടം അവിടെ ഉണ്ടായി. അപ്പോഴാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ജനാധിപത്യ അതിജീവന യാത്ര എന്ന പേരിൽ ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. അത് അടുവാപ്പുറത്ത് നിന്ന് ഞങ്ങൾ മലപ്പട്ടത്തേക്കാണ് നടത്തിയത്. വളരെ സമാധാനപരമായി നടത്തിയ മാർച്ചാണ്. ആ മാർച്ച് ഞങ്ങൾ അവിടെ നിന്ന് അടുവാപ്പുറത്ത് നിന്ന് തുടങ്ങി മലപ്പട്ടത്ത് എത്തുമ്പോഴത്തേനും 4-5 സ്ഥലത്ത് CPMൻ്റെ കൊടിമരങ്ങളുണ്ട്. ഇഷ്ടംപോലെ CPMൻ്റെ കൊടികളുണ്ട്, CPM ആഫീസുകളുണ്ട്. ഒരു സ്ഥലത്തും ഞങ്ങളുടെ ഒരു പ്രവർത്തകരും ഒരു വിഷയം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ആ ജാഥ ഞങ്ങൾ മലപ്പട്ട സെൻറ്ററിലെത്തിയപ്പോൾ മലപ്പട്ടം CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച ഒരു സംഘം ആളുകൾ
കുപ്പിയും കല്ലും എടുത്ത് ജാഥയിലേക്ക് എറിയുന്ന സാഹചര്യമുണ്ടായി. അവിടെ വലിയ സംഘർഷമുണ്ടായി. അവിടെ പിന്നീട് നടന്ന CPMൻ്റെ പൊതുയോഗത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുടെ തിട്ടൂരം വരുന്നത്. മലപ്പട്ടത്തെ ഒരു പാർട്ടിക്കാരൻ്റെ അടുക്കളയിൽ പോലും ഞങ്ങൾ ഗാന്ധിയുടെ ഫോട്ടോ വെക്കാൻ അനുവദിക്കില്ല എന്ന്. അവിടെയാണ് ഞങ്ങൾ ആ വിഷയം ഏറ്റെടുക്കുന്നത്. ഗോവിന്ദൻ മാഷ് പറഞ്ഞ് ഞങ്ങളല്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കാര്യം CPM ഇതിനു മുമ്പ് അംഗീകരിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ CPM ചെയ്ത ഒരു കാര്യവും അംഗീകരിച്ചിട്ടില്ല. അവിടെ ഞങ്ങൾ രണ്ടാമത് സനീഷിൻ്റെ വീട്ടുപറമ്പിൽ തന്നെ ഞങ്ങൾ രണ്ടാമത് വീണ്ടും ഞങ്ങൾ സ്തൂപം സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ ഞങ്ങൾ അതിൻ്റെ അടിത്തറയിട്ടു. ശ്രീ K. സുധാകരൻ വന്നാണ് അതിൻ്റെ തറക്കല്ലിട്ടത്. അടിത്തറയിട്ട ആ സ്തൂപം പോലീസിൻ്റെ സാന്നിധ്യത്തിൽ DYFIയുടെ ക്രിമിനൽ സംഘം തകർത്തു. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, പോലീസ് കാവലുണ്ട്. പോലീസ് എന്താ പറഞ്ഞത്? പോലീസ് പറഞ്ഞു ഞങ്ങൾ വീടിനാണ് കാവൽ, സ്തൂപത്തിനല്ല എന്നാണ്. ആ സ്തൂപം അവിടുന്ന് തകർത്തു. എങ്ങനെയാണ് ഗോവിന്ദൻ മാഷ്ക്ക് നിഷേധിക്കാൻ കഴിയുക? പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് രണ്ടാമതും തകർക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ CPMൻ്റെ വെല്ലുവിളി കൂടി ഉണ്ടായപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങളിത് CPMൻ്റെ ആസ്ഥാനത്ത് തന്നെ മലപ്പട്ടം സെൻട്രലിൽ തന്നെ ഞങ്ങളിത് സ്ഥാപിക്കുമെന്ന് തീരുമാനമെടുത്തതും ഞങ്ങൾ ഇന്നലെ അവിടെ അത് സ്ഥാപിച്ചതും. ഈ സ്തൂപവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നപ്പോൾ അവിടെ അതൊരു ഗാന്ധി സ്തൂപമേ അല്ല എന്ന് പറയാൻ അവിടെ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും ഒക്കെ ഫോട്ടോ ഉള്ള ഒരു സ്തൂപം എന്നത് മാത്രമേ അതിനെ CPM കാണുന്നുള്ളൂ. അതൊരു ഗാന്ധി സ്തൂപമായി അവർ കാണുന്നേ ഇല്ല. അതിൽ CPMന് എങ്ങനെ വേണമെങ്കിലും കാണാമല്ലോ. അവിടെ കോൺഗ്രസിൻ്റെ ഒരു സ്തൂപം, ആ സ്തൂപത്തിൽ 3 ഫോട്ടോയാണ് പ്രധാനമായി ഉണ്ടായിരുന്നത്. അതിൻ്റെ മിഡിലുള്ളത് രാഷ്ട്രപിതാവിൻ്റെ ഫോട്ടോയാണ്. അവിടെ അതിൽ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത്. 2 വശത്തായി ഒന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഫോട്ടോയുണ്ട്. ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഫോട്ടോയും ഉണ്ടാവാം. അത് തകർക്കാൻ എന്താണ് CPMന് അധികാരം? ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഫോട്ടോ ഉണ്ടെങ്കിൽ തകർക്കാൻ പറ്റുമോ? അത് തകർക്കാൻ എന്തെങ്കിലും പെർമിഷൻ CPMനുണ്ടോ? അവിടെ ഗാന്ധിയുടെ ഫോട്ടോ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് അത് CPM ഉദ്ദേശിക്കുന്നത് പോലെ ഗ്രാനൈറ്റൊക്കെ ഇട്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ നിർമ്മിച്ച സ്തൂപം മാത്രമേ ഗാന്ധി സ്തൂപം ആവുമെന്നില്ലല്ലോ. ഗാന്ധിജിയുടെ ഫോട്ടോ പതിച്ച ഒരു കൊടിമരമാവട്ടെ എന്തോ ആവട്ടെ, രാഷ്ട്രപിതാവിൻ്റെ ഫോട്ടോ അവിടെ ഉണ്ടല്ലോ. അത് തകർക്കാൻ CPMന് അവകാശമുണ്ടോ? നിങ്ങൾ നോക്കൂ, ഏത് കോൺഗ്രസ് ഓഫീസ് CPM തകർത്താലും അവിടെ രാഷ്ട്രപിതാവിൻ്റെ ഫോട്ടോ ആ കോൺഗ്രസ് ഓഫീസിലുണ്ടെങ്കിൽ, അതുപോലുള്ള ദേശീയ നേതാക്കളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇവർ ആദ്യം ചെയ്യുന്നത് അതെടുത്ത് നിലത്തിട്ട് ചവിട്ടി പൊട്ടിക്കുന്ന ഒരു നിലപാടാണ് CPM എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അവർക്ക് രാഷ്ട്രപിതാവിൻ്റെ ഫോട്ടോ കാണുന്നതേ അലർജിയാണ്, ദേശീയ നേതാക്കളുടെ ഫോട്ടോ കാണുന്നതേ അലർജിയാണ്. അപ്പോൾ CPM ഒരിക്കലും ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഫോട്ടോ ഉണ്ട്, അത് ഗാന്ധി സ്തൂപമല്ല. ഗാന്ധിജിയുടെ ഫോട്ടോ അതിലുണ്ടല്ലോ. അതെങ്ങനെയാണ് CPMന് ഗാന്ധി സ്തൂപം അല്ലാതാവുന്നത്? അല്ല, അവർ ചോദിക്കുന്നത് രാഷ്ട്രപിതാവിന്റെ ഫോട്ടോ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ മറ്റ് നേതാക്കൾക്കൊപ്പം വെക്കുന്നത് തന്നെ ഒരു അനാദരവല്ലേ എന്നൊരു ചോദ്യമാണ് ഉയർത്തുന്നത്. അതൊരിക്കലുമല്ല. രാഷ്ട്രപിതാവ് ആരാണ്? രാഷ്ട്രപിതാവ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആളല്ലേ. ഞങ്ങളിപ്പോൾ 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. 1924 ബൽഗാവി സമ്മേളനത്തിലല്ലേ രാഷ്ട്രപിതാവ് കോൺഗ്രസ് പ്രസിഡൻ്റായത് മഹാത്മാഗാന്ധി. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒരാളുടെ ഫോട്ടോ കോൺഗ്രസിൻ്റെ കൊടിമരത്തിൽ വെക്കാൻ പറ്റില്ല എന്ന് എന്ത് ന്യായമാണത്? കോൺഗ്രസിൻ്റെ AICCയുടെ പ്രസിഡൻ്റായിരുന്ന ആളല്ലേ മഹാത്മാഗാന്ധി. ആ ഫോട്ടോ കോൺഗ്രസ് അല്ലാതെ വേറെ ആരാണ് വെക്കേണ്ടത്? ഈ പ്രശ്നത്തിനൊക്കെ തുടക്കം എന്ന് പറയുന്നത് കണ്ണൂരിൽ ഒരു പ്രതിഷേധം നടക്കുന്നു. അവിടെ പിണറായി വിജയന്റെ ഫോട്ടോ അടക്കമുള്ള ഒരു ഫ്ലക്സ് വലിച്ചു കീറി നശിപ്പിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ സനീഷ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് പിന്നീട് നടക്കുന്നത്. CPM ഇത് ഞങ്ങളല്ല തകർത്തത് എന്ന് പറയുമ്പോൾ പോലും ഈ കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഇവിടെ ഫ്ലക്സ് തകർത്തത് ആരാണ് എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അതിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയുള്ള അതിശക്തമായൊരു പ്രതിഷേധ മാർച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കണ്ണൂരിൽ നടത്തുകയാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ വാർത്താ ചാനലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പ്രതിഷേധ മാർച്ചാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെയുള്ള, പിണറായി സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് കണ്ണൂരിൽ നടന്നത്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവിടെ പോലീസിൻ്റെ ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ടുണ്ട്, പോലീസുമായി ബലപ്രയോഗം ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അവിടെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഫ്ലക്സാണ് കീറുന്നത്. അതിൽ പിണറായി വിജയൻ്റെ ഫോട്ടോയുണ്ട്, ശരിയാണ്. അതിൻ്റെ പ്രതികാരം അവിടെ ചെയ്യാം എന്ന് CPM പറയുന്നത് അടിസ്ഥാനത്തിലാണ്? അത് ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീടിന് നേരെ അതിന് ചെയ്തതെന്താണ്? സനീഷിൻ്റെ 5 വയസ്സായ ഒരു കുട്ടിയും എടുത്ത് വരാന്തയിൽ ഇരിക്കുമ്പോൾ ആ വരാന്തയിലേക്കാണ് എറിയുന്നത്. അത് ശരിയാണോ? ഇവിടെയുണ്ടായ കളക്ട്രേറ്റിൻ്റെ മുമ്പിലുണ്ടായ എത്രയോ കളക്ട്രേറ്റ് മാർച്ചുകൾ നമ്മളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്.
നമ്മളെല്ലാം എത്രയോ തവണ കളക്ട്രേറ്റ് മാർച്ചിൽ പോലീസിൻ്റെ അടി കൊണ്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, എത്രയോ തവണ KSRTC പൊളിച്ചിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടുണ്ട്. എന്തെല്ലാം സംഭവങ്ങൾ കണ്ണൂരിലെ കളക്ട്രേറ്റ് മാർച്ചിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഫ്ലക്സാണ് കീറിയത്. ആ ഫ്ലക്സ് കീറി അത് പിണറായി വിജയൻ്റെ ഫോട്ടോയുള്ള ഫ്ലക്സാണ് എന്ന് പറഞ്ഞ് നേരെ പോയി സനീഷിൻ്റെ വീടിന് നേരെ കല്ലെറിയുക, ആക്രമിക്കുക, സനീഷിൻ്റെ വീടിന് സമീപം സ്ഥാപിച്ച കോൺഗ്രസിൻ്റെ സ്തൂപം തകർക്കുക. എങ്ങനെയാണ് CPM ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? CPMൻ്റെ ധാർഷ്ട്യമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. CPMൻ്റെ ധാർഷ്ട്യം എന്ന് പറയുന്നത് പാർട്ടിയുടെ മലപ്പട്ടം പോലെ ഒരു പഞ്ചായത്തിൽ വേറൊരു കൊടിമരമോ ഒരു സ്തൂപമോ ഉണ്ടാവരുത് എന്നുള്ള CPMൻ്റെ ധാർഷ്ട്യമാണ്. അതല്ലാതെ കണ്ണൂരിൽ സർക്കാരിൻ്റെ ഫ്ലക്സ് കയറിയതുകൊണ്ട് മലപ്പട്ടത്തെ സ്തൂപം തകർത്തു എന്ന് ന്യായം പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. ഇപ്പോൾ ഈ CPM പറഞ്ഞ മറ്റൊരു കാര്യം, ഇവിടെ മലപ്പട്ടം സെൻട്രൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചു. അത് അവർ തന്നെ തകർത്ത് അത് CPMൻ്റെ മേൽ ചാരാനാണ് നീക്കം നടക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് അത് സ്ഥാപിച്ച് അത് തകർത്ത് അതൊരു വലിയ വിഷയമാക്കാനുള്ളൊരു ഗൂഢാലോചനയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും നടത്തിയത് എന്നും TK ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നു. അവിടെ CPM പറയുന്നത് അവിടെ ഒരു CCTV ക്യാമറ സ്ഥാപിക്കണം, അത് പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ സ്ഥാപിക്കണം എന്നൊരാവശ്യം കൂടി പറയുന്നുണ്ട്. അതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് ഇന്നലെ ഈ അതായത് ചൊവ്വാഴ്ച ഈ സ്തൂപം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ ആ പ്രസംഗത്തിൽ PC വിഷ്ണുനാഥ് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാമതൊരു ഗാന്ധി പ്രതിമക്ക് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇത് തകർക്കും എന്ന് ഞങ്ങൾക്കറിയാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണെന്ന് ഒരു അടക്കം പറച്ചിൽ CPM ഇപ്പോൾ നടത്തുകയാണ്. ഒരിക്കലും ഇല്ല. എന്താണെന്ന് വെച്ചാൽ CPMൻ്റെ സ്വഭാവം നമുക്കറിയാലോ. CPMന് അത് ദഹിക്കില്ല. മലപ്പട്ട സെൻറ്ററിൽ വെച്ച ഗാന്ധി പ്രതിമ CPMന് ഒരിക്കലും ദഹിക്കില്ല. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, PC വിശ്വനാഥ് പറഞ്ഞത് മലപ്പട്ടത്ത് വെച്ച പ്രതിമ നിങ്ങൾക്കറിയാലോ. മലപ്പട്ടത്ത് പോയി കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ഞങ്ങളുടേതാവട്ടെ അവരുടേതാവട്ടെ ഒരു പ്രതിമ തകർക്കാൻ അതിന് മാത്രമുള്ള സംഘടനാ ബലം മലപ്പട്ടത്ത് ഞങ്ങൾക്കുണ്ടോ? പ്രത്യേകിച്ച് CPM അവകാശപ്പെടുന്നത് തന്നെ CPM പാർട്ടി ഗ്രാമം എന്നാണല്ലോ. അവിടെ പോയി ഞങ്ങൾ തന്നെ തകർത്ത് ഞങ്ങൾ തന്നെ അവർക്കെതിരെ കേസെടുക്കും എന്നൊക്കെ പറയാൻ, അത് മലപ്പട്ട സെൻറ്ററാണല്ലോ. നിങ്ങൾ കണ്ടില്ലേ, മലപ്പട്ടം ടൗണിൻ്റെ ഹൃദയഭാഗത്താണത് വെച്ചത്. അവിടെ ആർക്കാണത് പരസ്യമായി CPM ഒന്ന് തകർത്താലല്ലാതെ വേറൊരാൾക്ക് തകർക്കാൻ കഴിയില്ല. CPM തകർക്കുമെന്ന് ഞങ്ങൾക്ക് ഭയമുണ്ട്. അതുകൊണ്ടാണ് PC വിശ്വനാഥ് പറഞ്ഞത്, നിങ്ങൾ തകർത്താൽ ഞങ്ങൾ തിരിച്ചടിക്കില്ല, ഞങ്ങൾ വീണ്ടും ഇതേപോലെ ഞങ്ങൾ പുതിയ പ്രതിമയുണ്ടാക്കി ആ പ്രതിമ നിങ്ങൾ ചെറിയ ചിലവാണോ അത്? ആ പ്രതിമ ആലപ്പുഴയിൽ നിന്ന് അത് നിർമ്മിച്ച് ഇവിടത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രം 14,000 രൂപയാണ്. അത് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് എത്രമാത്രം പ്രയാസമുണ്ട്, എത്രമാത്രം സാമ്പത്തിക ചിലവുണ്ട്, എത്രമാത്രം മനുഷ്യാധ്വാനമുണ്ട്. എന്നിട്ട് ഞങ്ങൾ തന്നെ അത് പോയി അത് തകർക്കുമെന്ന് പറയാൻ എങ്ങനെയാണ് CPMന് സാധിക്കുന്നത്? CPMന് അത് ദഹിക്കില്ല, അത് ഉറപ്പാണ്. കാരണം എന്താണ്? അത് മലപ്പട്ടത്തിൻ്റെ ഹൃദയഭാഗത്താണ് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഒരു കേവലം ഒരു പ്രതിമയല്ല അത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയുടെ ആ സ്തൂപം എന്ന് പറയുന്നത് അത് കേവലം ഒരു പ്രതിമയല്ല. അത് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. മലപ്പട്ടത്തെ സഖാക്കളോട് സംസാരിക്കും, കമ്മ്യൂണിസ്റ്റുകളോട് സംസാരിക്കും, അവിടുത്തെ CPMൻ്റെ ക്രിമിനലുകളോടും ഗുണ്ടകളോടും അവിടുത്തെ മുഴുവൻ ക്രിമിനലുകളോടും സംസാരിച്ചുകൊണ്ടേയിരിക്കും ഈ മലപ്പട്ടം ആരുടെയും കുത്തകയല്ല എന്ന്, ഇത് ആർക്കും തീരെഴുതി തന്ന നാടല്ല എന്ന്. ഈ നാട് ജനാധിപത്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കേണ്ട, ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എല്ലാ സ്ഥലത്തുമുള്ള എല്ലാ അവകാശങ്ങളും എല്ലാം അതുപോലെ തന്നെ അതേ ജനാധിപത്യ അവകാശം, അതിന് സ്വാതന്ത്ര്യവുമുള്ള ഒരു നാടാണ് മലപ്പട്ടമെന്ന് അവിടെ നിന്ന് ഗാന്ധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരെ അലോസരപ്പെടുത്തും, CPMനെ അലോസരപ്പെടുത്തും. അതുതന്നെയാണ് പ്രശ്നം. അത് സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ CPM അത് തകർത്തേക്കാം. അങ്ങനെ തകർത്താൽ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞത് അതുകൊണ്ടാണ്, ഞങ്ങൾ അങ്ങനെ വന്നാൽ ഞങ്ങൾ ഇതിന് പ്രതികാരമൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ CPM അവിടെ ചെയ്തപ്പോഴും അടുവാപ്പുറത്ത് ചെയ്തപ്പോഴും ഞങ്ങളൊരു പ്രതികാരവും ചെയ്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടുവാപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ മാർച്ച് തുടങ്ങിയിട്ട് മലപ്പട്ടത്തെത്തുമ്പോഴത്തേനും എത്രയോ CPMൻ്റെ കൊടിമരവും ഓഫീസുണ്ട്. 4-5 സ്ഥലത്ത് CPMൻ്റെ കൊടിമരവും ഓഫീസും ഉണ്ടല്ലോ. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകർ അതിന് നേരെ വിരൽ ചൂണ്ടിയോ? ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഞങ്ങളൊരു പ്രതികാരവും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വന്നാൽ ഞങ്ങൾ വീണ്ടും വരും, വീണ്ടും വന്ന് ഞങ്ങൾ വീണ്ടും അവിടെ ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കും. എത്ര തവണ CPM തകർത്താലും ഞങ്ങൾ മലപ്പട്ടത്ത് നിന്ന് ഞങ്ങൾ പുറകോട്ട് പോകില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ മലപ്പട്ടത്ത് ഇങ്ങനെയുള്ള ഈ ഒരു രാഷ്ട്രീയ വിവാദം, ഗാന്ധി പ്രതിമയുമായി ബന്ധപ്പെട്ട തർക്കം, ഇതൊക്കെ തുടങ്ങാൻ കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. കഴിഞ്ഞ തവണ അവിടെ പ്രതിപക്ഷമേ ഇല്ലാത്ത ഒരു പഞ്ചായത്തിൽ UDFന് ഒരു സീറ്റ് എന്നുള്ളതാണോ അലോസരപ്പെടുത്തുന്നത്? അതുതന്നെയാണോ CPMനെ? സ്വാഭാവികമായിട്ട് CPMനെ അത് അലോസരപ്പെടുത്തുന്നുണ്ട്.
കാരണം നേരത്തെയൊക്കെ CPM അവിടെ നമ്മുടെ ആളുകളെ UDFകാരെ നോമിനേഷൻ പോലും കൊടുക്കാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ട്. എതിരില്ലാതെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? അവിടെ ഓരോ വാർഡിലും പിന്താങ്ങിയ ആളുകളെ പോയി ഭീഷണിപ്പെടുത്തി ഇത് ഞങ്ങൾ ഒപ്പിട്ടതല്ല എന്ന് അവരെ കൊണ്ട് എഴുതി വാങ്ങിച്ചാണ് CPM അന്ന് അവിടുത്തെ വിഷയത്തിൽ മുഴുവൻ പത്രികകളും തള്ളാനുള്ള സമീപനം സ്വീകരിച്ചത്. അങ്ങനെയാണ് അത് എതിരില്ലാതെ മലപ്പട്ടം പഞ്ചായത്ത് CPM ഭരിച്ചത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു എതിർപ്പ് വന്നിരിക്കുന്നു. അവിടെ ഒരു വാർഡ്, അടൂർ വാർഡിൽ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു മെമ്പർ ജയിച്ച് വന്നിരിക്കുന്നു. ഇനി വീണ്ടും ഡീലിമിറ്റേഷൻ വഴി പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള എല്ലാ ക്രമീകരണവും അധികാരത്തിൻ്റെ എല്ലാ സൗകര്യവും ഉപയോഗിച്ച് CPM നടത്തുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇന്നത്തെ നിങ്ങൾക്കറിയാലോ നിലമ്പൂർ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഗവൺമെൻറ്റിനെതിരെയുള്ള അതിശക്തമായ ജനവികാരമുണ്ട്. ആ ജനവികാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. ഇപ്പം മലപ്പട്ടത്ത് എന്താണ് വിഷയം? ഈ ഗാന്ധി പ്രതിമ തകർത്തതുൾപ്പെടെയുള്ള വിഷയത്തിൽ മലപ്പട്ടത്തെ ജനത CPMനെതിരാണ്. അതുകൊണ്ടാണ് CPMൻ്റെ നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾ ഗാന്ധിയുടെ പ്രതിമയിൽ ഞങ്ങളും പുഷ്പാർച്ചന നടത്തുമെന്ന് പറയേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ്? അവിടുത്തെ ജനം മുഴുവൻ CPMനെതിരാണ്. ഞങ്ങളവിടെ പോയ ഓരോ സന്ദർഭത്തിലും അവിടുത്തെ ഓട്ടോ തൊഴിലാളികളുണ്ട്, അവിടുത്തെ കച്ചവടക്കാരുണ്ട്, അവിടുത്തെ തൊഴിലാളികളുണ്ട്. എല്ലാ ആളുകളും സാധാരണ ജനങ്ങൾ CPM വേണ്ടാത്ത പണിയാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ പ്രതിഷേധം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അലയടിക്കുമെന്ന് CPMന് അറിയാം. അപ്പോൾ CPMന് ഇതിനെ എങ്ങനെയെങ്കിലും ചെറുക്കണം, തടുക്കണം, ആളുകളെ ഭയപ്പെടുത്തി നിർത്തണം പഴയതുപോലെ. അതൊരു കാരണവശാലും നടക്കില്ല. ആ കാലം കഴിഞ്ഞു. ഈ CPMൻ്റെ ഈ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന നിരവധി പ്രദേശങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പാർട്ടി ഗ്രാമങ്ങൾ ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് അവിടെ പോയി പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സ്ഥലങ്ങൾ എല്ലാവിടെയും കയറാൻ തന്നെയാണോ തീരുമാനം? ഞങ്ങൾ കയറി കഴിഞ്ഞല്ലോ ഓൾറെഡി. അങ്ങനെ ഒരു പാർട്ടി ഗ്രാമമൊന്നും ഇപ്പോൾ ഇല്ല. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ പാർട്ടി ഗ്രാമം എന്ന് പറയാനുള്ള ഒരു സംവിധാനവും കണ്ണൂർ ജില്ലയിലില്ല. ഞങ്ങൾ എവിടെയാണ് പോകാത്തത്? ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായിരുന്നു. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാത്രി എനിക്ക് തളിപ്പറമ്പിൻ്റെ ചുമതലയുണ്ടായിരുന്നു സംഘടനാപരമായി. ഞാൻ മൊറാഴ സെൻട്രൽ സ്കൂളിൽ രാത്രി 10 മണിക്ക് ഞാൻ പോയി ഞങ്ങളുടെ ബൂത്ത് ഏജൻറ്റുമാരെ അവിടെ ഇരുത്താൻ വേണ്ടി ഞാൻ പോയിരുന്നു. മലപ്പട്ടത്തെ കഴിഞ്ഞും ഇവിടെ മലപ്പട്ടത്ത് CPMന് 2000 വോട്ടിൻ്റെ മെജോറിറ്റിയേ ഉള്ളൂ UDFനേക്കാൾ. ഏതാണ്ട് 10,000-നടുത്ത് വോട്ടിൻ്റെ മെജോറിറ്റി ഉണ്ട് ആന്തൂർ നഗരസഭയിൽ. അവിടെ മൊറാഴ സെൻട്രൽ സ്കൂളിൽ പോലും ഞങ്ങളുടെ ഏജൻറ്റുമാരിരുന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വിഷയമൊന്നും ഇന്നത്തെ സാഹചര്യത്തിലില്ല. CPM ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുകയാണ്, വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു പാർട്ടി ഗ്രാമവും ഇനി കണ്ണൂർ ജില്ലയിലില്ല. അതൊന്നും അംഗീകരിച്ചു കൊടുക്കുകയുമില്ല. 100%. അതൊന്നും ഇന്നത്തെ തലമുറ അംഗീകരിക്കില്ല. അങ്ങനെ CPMൻ്റെ തിട്ടൂരത്തിന് മുമ്പിലൊന്നും വഴിപ്പെടുന്ന ഒരു തലമുറയല്ല ഇന്നത്തെ തലമുറ. അത് ആ കാലഘട്ടം കഴിഞ്ഞു. പക്ഷേ ഈ മലപ്പട്ടത്ത് നടത്തിയ പ്രതിഷേധത്തിലൊക്കെ ആ പ്രദേശത്തുകാരുമില്ല, എല്ലാം പുറത്തുനിന്ന് വന്ന ആളുകൾ എന്ന കാര്യം കൂടി CPM പറയുന്നുണ്ട്. അതിലും വസ്തുതയുണ്ടല്ലോ. ഒരിക്കലുമില്ല. ഞാൻ അവിടെ സ്വാഗതം പറഞ്ഞാണ്. ഞാൻ ഇന്നലെ അതൊരു സംഭവം പറയാം. ഞങ്ങൾക്ക് ആ മലപ്പട്ടത്ത് സെൻറ്ററിൽ സ്ഥലം തന്നത് KC കൃഷ്ണൻ നമ്പ്യാർ എന്ന് പറയുന്ന മലപ്പട്ടത്തെ ഒരു പഴയകാല കോൺഗ്രസ്സുകാരനാണ്. ഞാൻ ആ മനുഷ്യനെ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ ആ മനുഷ്യൻ്റെ വീടിൻ്റെ വരാന്തയിൽ നിറയെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ചിത്രമാണ്. രാഷ്ട്രപിതാവിൻ്റെ പടമുണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഉണ്ട്, ഇന്ദിരാഗാന്ധിയുടെ ഉണ്ട്, രാഹുൽ ഗാന്ധി വരെയുള്ള നേതാക്കന്മാരുടെ മുഴുവൻ ഫോട്ടോയും ആ മനുഷ്യൻ്റെ വീടിൻ്റെ വരാന്തയിലുണ്ട്. 40 വർഷം മുമ്പ് സ്ഥാപിച്ച ഫോട്ടോയാണ്, ഇന്നലെ സ്ഥാപിച്ചതല്ല. ആ മനുഷ്യനാണ് മലപ്പട്ട സെൻറ്ററിൽ ഒരടിക്ക് 1 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞാൽ കിട്ടാത്ത അത്രയും വിലപിടിപ്പുള്ള സ്ഥലം മലപ്പട്ടത്തിൻ്റെ ഹൃദയഭാഗത്ത് ഞങ്ങൾക്ക് തരുന്നത് മലപ്പട്ടത്തെ കോൺഗ്രസ്സുകാരാണ്. പിന്നെ എങ്ങനെയാണ് മലപ്പട്ടത്ത് കോൺഗ്രസ് ഇല്ല എന്ന് പറയുന്നത്? മലപ്പട്ടത്തെ 100 കണക്കിന് കോൺഗ്രസിൻ്റെ ആളുകൾ ഈ വാർഡ് ജയിച്ചത് എങ്ങനെയാണ്? മലപ്പട്ടത്തുനിന്ന് ആരും ഇല്ല എന്ന് പറയാം. മലപ്പട്ടത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട്, ആളുകളുണ്ട്, എല്ലാമുണ്ട്. ഭയപ്പെടുത്തി നിർത്തുകയാണ് CPM. അതിനി നടക്കില്ല. അത് ഞങ്ങൾ മറികടന്നിട്ടുണ്ട്. ആ സ്റ്റാഗ്നേഷൻ, ആ അനിശ്ചിതത്വം ഞങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ വിഷയത്തോടുകൂടി CPM തന്നെയാണ്. ഈ CPMൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിനുള്ള ഒരു കാരണം ഈ PV ഗോപിനാഥിൻ്റെ ആ ഒരു പ്രസ്താവന തന്നെയാവാനാണ് സാധ്യത. അടുക്കളയിൽ പോലും ഗാന്ധിയുടെ ഫോട്ടോ വെക്കാൻ വിടില്ല എന്നുള്ള അത് CPMൽ വലിയ തോതിലുള്ള ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വിഷയം വീണ്ടും ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണോ? ഉറപ്പായും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ദേശീയ തലത്തിൽ BJP കോൺഗ്രസിൻ്റെ രാഷ്ട്രപിതാവിൻ്റെയും
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ മുഴുവൻ ദേശീയ നേതാക്കളുടെയും ഓർമ്മകൾ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. മിക്കവാറും വൻകിട പദ്ധതികളുടെ എല്ലാം പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് നെഹ്റു യുവകേന്ദ്രയുടെ പേര് പോലും മാറ്റിയത്. ആ നെഹ്റു പോയി. അപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും ഒരു ഭാഗത്ത് ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഫോട്ടോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ചിത്രം പേരുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അവരുടെ ഓർമ്മകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ വധം പോലും BJPയുടെ ഒരു MP പുനഃചിത്രീകരിക്കുകയാണ് ഫോട്ടോയിലേക്ക് വെടിയുതിർത്തിട്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഗാന്ധിയെയും അതുപോലെ തന്നെ മരിച്ചുപോയ ഗാന്ധിയെയും കൊല്ലാൻ, ദേശീയ നേതാക്കളെ എല്ലാം ഇല്ലാതാക്കാൻ BJP ഒരു ഭാഗത്ത് ശ്രമിക്കുകയാണ്. CPM ചെയ്യുന്നത് എന്താണ്? പയ്യന്നൂരിൽ ഗാന്ധി പ്രതിമയുടെ തല വെട്ടിമാറ്റുക ചെയ്തത് CPM. അതേ പണിയാണ് CPM ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ CPMൻ്റെ നേതാക്കന്മാർ പുറത്ത് പറയുന്നതല്ല. ഇത് ഗോപിനാഥ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഗോപിനാഥിൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വന്നു പോയതാണ്. എല്ലാ CPM നേതാക്കന്മാരുടെയും ഉള്ളിൽ ഇത് തന്നെയാണ്. ആ ചിന്ത അത് അറിയാതെ ആ പ്രതിഷേധ യോഗത്തിൽ ഗോപിനാഥിൻ്റെ മനസ്സൊന്നത് പുറത്തേക്ക് വന്നു, അത്രയേ ഉള്ളൂ. എല്ലാ നേതാക്കന്മാരുടെയും മനസ്സിലത് തന്നെയാണുള്ളത്. ഗാന്ധിയെ ഒരു കാലത്തും അവർ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഈ ഗാന്ധി നിന്ദക്കെതിരെ കോൺഗ്രസിനേക്കാൾ അതിശക്തമായി പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ CPM ആണെന്നാണ്. എവിടെയാണ് CPM പ്രതിഷേധിച്ചത്? ഒരു സ്ഥലത്തും CPM പ്രതിഷേധിക്കാറില്ല. CPMൻ്റെ നിലപാടെന്തായിരുന്നു? EM ശങ്കർ നമ്പൂതിരിപ്പാടിൻ്റെ നിലപാട് ഗാന്ധി എന്താക്കി, ഗാന്ധി ഇന്ത്യമാന്തി പുണ്ണാക്കി എന്ന് പറഞ്ഞ ആളുകളല്ലേ CPM. വാർധയിലെ കപട സന്യാസി എന്നല്ലേ ഗാന്ധിയെ CPM വിളിച്ചത്. ഇവരെപ്പോഴാണ് ഗാന്ധിയെ അംഗീകരിച്ചത്? ഈ അടുത്ത കാലത്താണ് DYFIക്കാർ ഗാന്ധി രക്തസാക്ഷി ദിനത്തിന് ചില പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയത്. അതെന്തുകൊണ്ടാണ്? ഗാന്ധിയെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഘട്ടത്തിലേക്ക് CPM എത്തിയതുകൊണ്ടാണ്. ഗാന്ധിയുടെ ഒരു പ്രവർത്തനം, ഗാന്ധി നിന്നക്കെതിരെ ഒരു പ്രവർത്തനവും CPM എവിടെയും സംഘടിപ്പിച്ചിട്ടില്ല, സംഘടിപ്പിക്കാറുമില്ല. കാരണം അവർ ഗാന്ധിസത്തിനെതിരാണ്. ഗാന്ധിസം പറയുന്നത് എന്താണ്? ഗാന്ധിസം പറയുന്നത് ജനാധിപത്യമാണ്. അതിനെതിരാണ് CPM. പിന്നെ എങ്ങനെയാണ് CPMന് ഗാന്ധിയെ അംഗീകരിക്കാൻ കഴിയുക? ഒരിക്കലും CPM എവിടെയും ഒരു പരിപാടിയും സംഘടിപ്പിച്ചിട്ടില്ല. എന്തായാലും പാർട്ടി ഗ്രാമങ്ങൾ എന്ന ഒരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല എന്നാണ് മുഹമ്മദ് ബ്ലാത്തൂരിന്റെ പക്ഷം. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ കടന്നു കയറാൻ ഇന്ന് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളുമായി തങ്ങൾ മുന്നോട്ട് പോകും. ഒരു ഭീഷണിക്ക് മുന്നിലും നമ്മൾ നിലമ്പൂരിന്റെ റിസൾട്ട് വന്നു. നിലമ്പൂരിന്റെ അവിടുത്തെ നിയമസഭാ മണ്ഡലത്തിലെ കണ്ണൂരിലെ നിരവധി നേതാക്കൾ അവിടെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. താങ്കളും ദിവസങ്ങളോളം നിലമ്പൂരിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിലമ്പൂരിന്റെ രാഷ്ട്രീയം വ്യക്തമായി തന്നെ മനസ്സിലാക്കിയതുകൊണ്ട് ഇത് UDFന് നൽകുന്ന ഊർജം എന്താണ്? UDFന് ഭയങ്കര ആത്മവിശ്വാസമാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകിയത്. കാരണം UDFൻ്റെ ഒരു ടീം വർക്ക് അവിടെ ഉണ്ടായി. ആ ടീം വർക്കിൻ്റെ വിജയമാണ്. ഗവൺമെൻറ്റിനെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി ഒരു ഭാഗത്തുണ്ട്, അതേപോലെ തന്നെ UDFൻ്റെ ടീം വർക്കാണ്. ആ ഒരു ടീം വർക്ക് നടത്തിയാൽ 2026 കേരളത്തിൽ UDFൻ്റെ കയ്യിലിരിക്കും. ആ മെസ്സേജാണ് നിലമ്പൂർ നൽകുന്നത്. അത് നടക്കും ചെയ്യും. നമ്മൾ ഈ ഏതായാലും തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, വിശകലനത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളിലേക്കാണ് പോകുന്നത്. നമ്മളവിടെ മൊത്തത്തിൽ വോട്ട് പരിശോധിക്കുകയാണെങ്കിൽ 2021 ഏതാണ്ട് 900-ഓളം വോട്ട് UDFന് കുറഞ്ഞിട്ടുണ്ട്. LDFന് ഏതാണ്ട് 14,000-ഓളം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. LDFനും വോട്ട് കുറഞ്ഞിട്ടുണ്ട്, UDFനും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി മാറിയത് PV അൻവറാണ്. PV അൻവർ പിടിച്ച 20,000-ഓളം വോട്ട്. ആ വോട്ടില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു UDFന്റെ സ്ഥിതി എന്ന് പാർട്ടി ചിന്തിക്കേണ്ട വിഷയമല്ലേ? അല്ല, PV അൻവർ അവിടെ 9 വർഷം MLA ആയ ഒരാളാണ്. സ്വാഭാവികമായ ഒരു ജനപ്രതിനിധി 9 വർഷം ഒരു നിയോജക മണ്ഡലത്തിൽ ഇരുന്ന കാലഘട്ടത്തിൽ അയാൾ 100 കണക്കിന് ആളുകളെ സഹായിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ 2021 UDFന് കിട്ടിയ പല ആളുകൾ, വോട്ട് ചെയ്ത പല സഹപ്രവർത്തകരെയും സാധാരണക്കാരായ ആളുകൾ, ഇപ്പം എല്ലാം UDFൻ്റെ മാത്രം ആളുകളല്ലല്ലോ വോട്ട് ചെയ്യുന്നത്. നിഷ്പക്ഷരായ ആളുകളുണ്ടാവും, സാധാരണക്കാരായ ആളുകളുണ്ടാവും, അനുഭാവികളുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ ഒരുപക്ഷെ അൻവറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും സഹായങ്ങൾ, സേവനങ്ങൾ, അതിൻ്റെ പേരിൽ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി കുറച്ച് വോട്ടൊക്കെ UDFൻ്റെ വോട്ടും അൻവർ പിടിച്ചിട്ടുണ്ടാവും. അത് സ്വാഭാവികമാണ്. 9 വർഷം ഒരു ജനപ്രതിനിധി ഒരു മണ്ഡലത്തിൽ പ്രവർത്തിച്ചാൽ കുറച്ച് വോട്ടൊക്കെ അയാൾ പിടിക്കുമല്ലോ. അത് കുറച്ച് UDFൻ്റെ പിടിച്ചിട്ടുണ്ട്, ഭൂരിഭാഗം CPMൻ്റെതാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ അൻവർ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് നിലമ്പൂർ ഞങ്ങൾക്ക് നൽകുന്ന പാഠം. അൻവർ എന്നുള്ള ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും ആ ഫാക്ടർ ഇല്ലെങ്കിലും
ഞങ്ങൾക്ക് നിലമ്പൂർ ജയിക്കാൻ കഴിയും. അത് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ UDF കെട്ടുറപ്പോടുകൂടിയുള്ള ഐക്യത്തോടുകൂടിയുള്ള ഒരു ടീം വർക്കിൻ്റെ ഭാഗമാണ്. ഈ നിലമ്പൂരിൽ ഇപ്പോൾ LDF വോട്ടും PV അൻവറിന്റെ വോട്ടും ചേർക്കുകയാണെങ്കിൽ സ്വാഭാവികമായും LDF ഒരു MLA ആയിരുന്നു PV അൻവർ. ഈ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ UDF ഏറ്റവും ഉറച്ച കോട്ട എന്ന് പറയാൻ കഴിയുന്ന നിലമ്പൂരിൽ ഈ വിജയം UDF അൻവറിന്റെ ആ ഒരു കാര്യമില്ലെങ്കിൽ എത്തിപ്പെടാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നില്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഈ 139 മണ്ഡലങ്ങളിലും അൻവർമാർ ഉണ്ടാകില്ല. അതൊരു ഹൈപ്പോത്തിക്കേറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ? അയാൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ, അയാൾ CPM കൂടെ ആയിരുന്നെങ്കിൽ എന്നുള്ളതൊക്കെ. ഞങ്ങൾ 2700 വോട്ടിനാണ് തോറ്റത് 2011. അന്ന് ഞങ്ങൾ നിലമ്പൂർ നഗരസഭയിൽ 1000 വോട്ടിന് പുറകിലായിരുന്നു. ഇന്ന് ഞങ്ങൾ നിലമ്പൂർ നഗരസഭയിൽ 4000 വോട്ടിന് ലീഡാണ്. അപ്പോൾ സംഘടനാപരമായി ഞങ്ങൾ കുറേ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ 2700 വോട്ടിന് പരാജയപ്പെടുന്ന 2021 തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിൽ ഞങ്ങൾ 1100 വോട്ടിന് പുറകിലാണ്. അവിടെ ഇത്തവണ ഞങ്ങൾ 4000 വോട്ടിന് ഞങ്ങൾ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സംഘടനാപരമായ ആ സമയത്തുണ്ടായ ഒരു പക്ഷേ സംഘടനാപരമായ പ്രവർത്തനത്തിലെ പോരായ്മകളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇത്തവണ UDF ഒരു ടീം ഇറങ്ങി അവിടെ നടത്തിയ പ്രവർത്തനം, ആ പ്രവർത്തനത്തിന് അതെല്ലാം ഞങ്ങൾ മറികടന്നു. ഈ അൻവർ UDF വരുമോ, അല്ല അൻവർ ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും പറയുന്നത്. ആ വാതിൽ അടച്ചു തന്നെയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും പ്രതിപക്ഷ നേതാവിന്റെ ആ ഒരു തീരുമാനം, അദ്ദേഹം ഒരുപക്ഷെ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ അദ്ദേഹം ഒരു സ്റ്റാൻഡ് എടുത്തു. ഒരു രാഷ്ട്രീയ നേതാവ് എടുക്കേണ്ട ഒരു സ്റ്റാൻഡ് പ്രതിപക്ഷ നേതാവ് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ആ വാതിൽ അടച്ചു തന്നെ. അത്തരം ആർജവത്തോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചു എന്നത് രാഷ്ട്രീയ രംഗത്ത് വലിയ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർത്തുന്ന ഒരു 100% ഗ്രാഫ് അദ്ദേഹത്തിന്റെ ഗ്രാഫല്ല, ശരിക്ക് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ആത്മാഭിമാനമാണ് ഉയർത്തിയത് അദ്ദേഹത്തിന്റെ ആ നിലപാട്. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആ വാതിൽ അടച്ചു തന്നെ ഇരിക്കട്ടെ തീരുമാനം എടുക്കേണ്ടത് UDF ആണല്ലോ. സാധാരണ നിലമ്പൂരിൽ ഇത്രയും ദിവസം പ്രവർത്തിച്ച താങ്കൾക്ക് അറിയാമല്ലോ അവിടുത്തെ പൾസ് എന്താണെന്ന്. അൻവർ അടഞ്ഞ വാതിൽ തന്നെ എന്ന് തന്നെയാണോ? അത് UDF സംസ്ഥാന കമ്മിറ്റി എടുക്കേണ്ട ഒരു തീരുമാനമല്ലേ? ഇതിന് നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു നിലപാട് പറയുന്നതിൽ കഥയില്ലല്ലോ. അപ്പോൾ ഏതായാലും ഈ കാര്യത്തിൽ UDF നേതൃത്വത്തിന് തെറ്റ് പറ്റിയിട്ടില്ല, അത് പറയാൻ പറ്റും. UDF നേതൃത്വത്തിന് ഒരു തെറ്റും ഈ കാര്യത്തിൽ. ഒരുപക്ഷെ അൻവർ UDF ആയിരുന്നുവെങ്കിൽ ഇത്രയും വോട്ട് ചിലപ്പോ ഇതിന്റെ ക്രെഡിറ്റ് അൻവർ കൊണ്ടുപോയേനെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ തീരുമാനം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന UDF പ്രവർത്തകരുടെ ആത്മാഭിമാനം ഉയർത്തിയ തീരുമാനമാണ്. എന്തായാലും വലിയ തോതിൽ ഈ പിണറായി സർക്കാരിനെതിരായ ജനവികാരം ഉണ്ടായി എന്നതിന്റെ തെളിവ് തന്നെയാണ് നിലമ്പൂർ. 100%. വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും അത് അതേ രീതിയിൽ ആഞ്ഞടിക്കും എന്ന് കരുതുന്നുണ്ടോ? 100%. എന്തുകൊണ്ട്? അത് ഈ ആൻറ്റി ഇൻകംബൻസി സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ആശാ വർക്കർമാരുടെ സമരം ഒരു മനുഷ്യത്വമുള്ളൊരു ഗവൺമെൻറ്റിന് അവഗണിക്കാൻ പറ്റുന്ന വിഷയമാണോ? നോക്കൂ, നിങ്ങൾ ഒരു പൈസയും കൊടുക്കേണ്ട അവർക്ക്. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അവർ രാവും പകലും മഴയും വെയിലും കൊണ്ട് കിടക്കുമ്പോൾ അവരെ ഒന്ന് വിളിച്ചിരുത്തി സംസാരിക്കാനുള്ള ഒരു മിനിമം മര്യാദ, ഇടതുപക്ഷമെന്നാണല്ലോ ഇവർ അവകാശപ്പെടുന്നത്, ആ ഗവൺമെൻറ് അവരെ ഒന്ന് വിളിച്ചിരുത്തി സംസാരിക്കാനുള്ള മര്യാദ കാണിച്ചോ? ഒരു നയാ പൈസ കൂട്ടിക്കൊടുത്തോ? ഇവർ വലിയ അവകാശവാദം പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ തൊഴിലാളികളുടെ പാർട്ടിയാണ്, സാധാരണക്കാരുടെ പാർട്ടിയാണ് എന്നൊക്കെ. എന്ത് മര്യാദയാണ് ആശാ വർക്കർമാരോട് ഈ ഗവൺമെൻറ് കാണിച്ചത്? എന്തെങ്കിലും ഒരു നീതി കാണിച്ചോ? ഒരു നീതിയും കാണിച്ചില്ല. ആശാ വർക്കർമാരെ പോലെ ഈ ഗവൺമെൻറ്റിനെതിരെ, ഈ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ കൊണ്ട് മനസ്സുമെടുത്ത ആയിരക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾ ഈ നാട്ടിൻപുറത്തുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്. അവരെല്ലാം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നിലമ്പൂരിലെ ആളുകൾക്ക് മാത്രമാണ് അവസരം കിട്ടിയത്, ബാക്കി ആളുകളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കാത്തു നിൽക്കുകയാണ്. ഉറപ്പായും പ്രതികരിക്കും. നിങ്ങൾ എല്ലാ വിഭാഗം എടുത്തു നോക്കൂ. ചെറുപ്പക്കാർ, PSC പരീക്ഷ എഴുതി കാത്തു നിൽക്കുന്നവർ, വിദ്യാർത്ഥികൾ. 9 യൂണിവേഴ്സിറ്റിക്ക് വൈസ് ചാൻസലർമാരില്ലാതായിട്ട് എത്ര കാലമായി? കേരളത്തിലെ 69ഓളം കോളേജുകൾക്ക് പ്രിൻസിപ്പൽമാരില്ലാതായിട്ട് എത്ര കാലമായി? വലിയ വായിൽ തള്ളുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. എല്ലാ വിഭാഗം ആളുകളും ഈ ഗവൺമെൻറ്റിനെ വെറുത്ത് നിൽക്കുക. അതിൻ്റെ ഒരു പ്രതിഫലനം ഉറപ്പായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടാവും. സ്വാഭാവികമായും കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ള പുതിയ ഊർജം
പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒരു വർഷം മുമ്പേ കോൺഗ്രസ് സ്റ്റാർട്ട് ചെയ്തു. അതെല്ലാം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായി മാറും. ഈ നിലമ്പൂരിൽ മറ്റൊരു വലിയ ചർച്ചയായിരുന്നു വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം, ജമാഅത്തെ ഇസ്ലാമിയും മായി ഒരു ബന്ധം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമില്ല എന്ന VD സതീശൻ്റെ ക്ലീൻ ചിറ്റ്, ഇതൊക്കെ വലിയ തോതിലുള്ള ചർച്ച, അത് സംസ്ഥാനത്ത് മൊത്തം ചർച്ചയാണ്. അത്തരമൊരു ചർച്ച നിലമ്പൂരിൽ അത് ഗുണം ചെയ്തു എങ്കിൽ കൂടി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതൊക്കെ ചർച്ചയാകുന്നത് കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കില്ലേ? അല്ല, കോൺഗ്രസ് അതിൻ്റെ എല്ലാ വശവും ആലോചിച്ച് തീരുമാനമെടുക്കുള്ളൂ. ഇപ്പോൾ വെൽഫെയർ പാർട്ടി അതൊരു ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമെന്ന് പറയുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഹിസ്റ്ററി എന്താണ്? അവർ കേരളത്തിൽ എന്ത് അക്രമമാണ് നടത്തിയിട്ടുള്ളത്? എന്താണ് അവരുടെ പ്രവർത്തന പരിപാടി? ആ പരിപാടികളെല്ലാം പരിശോധിച്ചാണ് കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഇതിലും ഭീകരവാദ ബന്ധം ആരോപിച്ച PDPയെ CPM തോളത്തിരുത്തിയിരിക്കുകയല്ലേ. എന്നിട്ടാണല്ലോ വെൽഫെയർ പാർട്ടിയെ കൂട്ടിയതിനെ എതിർക്കുന്നത്. 2016 വരെ വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയവരല്ലേ CPM. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ആ കാര്യങ്ങളെല്ലാം എല്ലാ വശങ്ങളും ആലോചിച്ച് തന്നെയാണ് തീരുമാനമെടുക്കുക. ആ തീരുമാനത്തിൽ ഒരു തെറ്റുമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തായാലും ആ സഹകരണം തുടരാൻ തന്നെയാണ് തീരുമാനം എന്നും ഇപ്പോൾ 100%. നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു മിഷൻ 62 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 62-ലധികം മണ്ഡലങ്ങൾ ഇപ്പോഴുള്ള സീറ്റുകൾക്ക് പുറമെ മറ്റ് സീറ്റുകൾ 100-ൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം. ആ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അത്തരം കാര്യങ്ങളൊക്കെ ജില്ലാതലത്തിലൊക്കെ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് എനിക്ക് കടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സ്വാഭാവികമായും 100 സീറ്റ് എന്ന ടാർഗറ്റ് വെച്ച് തന്നെയാണ് കേരളത്തിൽ UDF മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട്. ഉറപ്പായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ലക്ഷ്യം. അത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ, 100 സീറ്റാണ് UDFൻ്റെ ലക്ഷ്യം. അത് പിടിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. 100 സീറ്റിലേക്ക് ഇനി 60-ലധികം സീറ്റ് LDFിൽ നിന്ന് പിടിച്ചെടുക്കണം. അതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ലെന്ന്. ജനവികാരം അത്രയ്ക്കെതിരാണ് CPMന്. ജനവികാരം അത്രയ്ക്കെതിരാണ്. നോക്കൂ, 18,000 വോട്ട് 19,000 വോട്ട് അൻവർ പിടിച്ചപ്പോഴും അവിടെ 11,000 വോട്ടിന് UDFന് ജയിക്കാൻ കഴിഞ്ഞല്ലോ. ചെറിയ കാര്യമാണ്. അപ്പോൾ ഈ ജനം CPMനെതിരെ LDFനെതിരെ പിണറായി സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുകയാണ്. നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ നേതാക്കളും കേന്ദ്രീകരിച്ച്, എല്ലാ ജില്ലകളിൽ നിന്നുള്ള നേതാക്കളും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് പോലുള്ള ഒരു സൗകര്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടാകില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും അവിടെ ഏറ്റവും പ്രധാന ഘടകം താഴെ തട്ടിലുള്ള പ്രവർത്തനമാണ്, ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനമാണ്. കോൺഗ്രസിൽ ഇപ്പോൾ ഈ പുനഃസംഘടന എന്നുള്ളത് ഒരു കീറാമുട്ടിയായി നിൽക്കുകയാണ്. പാർട്ടിക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷം പോലും ഒരു പുനഃസംഘടനയിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. സംഘടനാപരമായി ഇപ്പോഴും ഒരു ദൗർബല്യം കോൺഗ്രസിലില്ലേ? അല്ല, അതിൽ പാർട്ടിക്ക് പുതിയ പ്രസിഡന്റ് വന്നു, വർക്കിംഗ് പ്രസിഡന്റുമാർ വന്നു, UDFന് പുതിയ കൺവീനർ വന്നു. പുനഃസംഘടനയിലേക്ക് കടക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോഴേക്ക് നിലമ്പൂർ ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പിന്നെ എല്ലാവരും നിലമ്പൂർ ഇലക്ഷൻ്റെ പുറകിലായിരുന്നു. പക്ഷേ ഇക്കാര്യം KPCC പ്രസിഡന്റായി K. സുധാകരൻ ഉള്ള കാലം മുതൽ ചർച്ച ചെയ്യുന്നു, ലിസ്റ്റാക്കുന്നു, ഇതൊന്നും നടക്കുന്നില്ല. അല്ല, അതിൽ മാറ്റം വന്നല്ലോ. മാറ്റം വന്നു, പുതിയ KPCC പ്രസിഡന്റ് വന്നു, വർക്കിംഗ് പ്രസിഡന്റുമാർ വന്നു. ഇനി അടുത്ത ഘട്ടത്തിലേക്കാണ് പോകേണ്ടത്. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഒരു രീതിയുണ്ട്, ഒരു സിസ്റ്റമുണ്ട് കോൺഗ്രസ്സിന്. ഒരു പുനഃസംഘടനാ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മൾ താഴെത്തട്ടിൽ നടത്തുന്ന പോലെ എളുപ്പത്തിൽ ഒരാളെ പിടിച്ചങ്ങ് സസ്പെൻഡ് ചെയ്തു മാറ്റി, അല്ലെങ്കിൽ ഒരാളെ മാറ്റി പുതിയ, അങ്ങനെയല്ലല്ലോ. പ്രത്യേകിച്ച് KPCC ഒക്കെ പുനഃസംഘടിപ്പിക്കുമ്പം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അനുസരിച്ചേ പോവുള്ളൂ. അതിൻ്റെതായ സമയമെടുക്കും. സ്വാഭാവികമായും പുതിയ ടീം വന്നു, വലിയ ആവേശമുണ്ടാക്കിയ ടീമാണ് പുതിയ ടീം. ആ ടീമിൻ്റെ കൂടി ഒരാവേശത്തിൻ്റെ റിസൾട്ടാണ് നിലമ്പൂർ നമ്മൾ കണ്ടത്. അപ്പം അതിന് സമയമെടുക്കും. ഉറപ്പായും ആ പുനഃസംഘടനയിലേക്ക് പാർട്ടി പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ DCC പ്രസിഡന്റുമാരൊക്കെ മാറാനുള്ള സാധ്യതകളാണോ കാണുന്നത്? അതിലൊരു വ്യക്തത വന്നിട്ടില്ല ഇപ്പോഴും. ചിലപ്പം കുറച്ച് പേര് മാറില്ല എന്നും പറയുന്നുണ്ട്. മൊത്തത്തിലുള്ള പുനഃസംഘടന നടക്കുമെന്നും പറയുന്നുണ്ട്. അതിലൊരു തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്.
ഒരു വ്യക്തത വന്നിട്ടില്ല ഇപ്പം നിലവിൽ. കണ്ണൂരിൻ്റെ ഒരു അവസ്ഥ എന്താണ്? പാർട്ടിയുടെ കണ്ണൂർ ശക്തമാണ്. കണ്ണൂരിൽ പാർട്ടിക്ക് വേറെ പ്രയാസങ്ങളൊന്നുമില്ല. പാർട്ടിയിൽ അങ്ങനെ എതിരഭിപ്രായങ്ങളില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. ശ്രീ മാർട്ടിൻ ജോർജിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞങ്ങളെല്ലാം നിലമ്പൂരാണെങ്കിലും മലപ്പട്ടം വിഷയത്തിലാണെങ്കിലും എല്ലാവരും വളരെ തോളോട് തോൾ ചേർന്നാണ് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയം നേതാക്കന്മാരെല്ലാം പോകുന്നത്. ഗ്രൂപ്പ് ഉണ്ടോ ഇപ്പോൾ കോൺഗ്രസിൽ? കോൺഗ്രസിൽ ഗ്രൂപ്പൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ ഒരു പ്രകടമായി അതിൻ്റെ പേരിലൊരു തമ്മിലടിയോ ബലം പിടുത്തമോ ബലപ്രയോഗമോ ഒന്നുമില്ല. ഗ്രൂപ്പൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്, സ്വാഭാവികമാണ്. കോൺഗ്രസ് ഉള്ള കാലത്ത് രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ കാലം തൊട്ടേ ഉള്ളതാണ് കോൺഗ്രസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ആശയപരമായ ഒരു സംവിധാനം. അതൊരു ബലം കൂടിയാണ് കോൺഗ്രസിന്. തീർച്ചയായും ബലവുമാണ് ദൗർബല്യമാണ്, രണ്ടുമാണ്. അതുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഗ്രൂപ്പിന്റെ പേരിൽ ഈ സ്ഥാനമാനങ്ങളൊക്കെ ഒരു പക്ഷം ഇങ്ങനെ കൈയടക്കുന്ന സാഹചര്യം കണ്ണൂരിലെങ്കിലും അത്തരം സംഭവം അതൊന്നും എല്ലാ കാലത്തും നിൽക്കില്ല. ചില കാലത്തൊക്കെ ചിലരെയൊക്കെ ഒരു പക്ഷേ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം, പക്ഷെ എല്ലാ കാലത്തും അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ. കോൺഗ്രസ്സിന് കഴിവുള്ളവരെന്തായാലും കയറി വരും, അതിലൊന്നും ഒരു തർക്കമില്ല. എന്തായാലും ഉമ്മൻചാണ്ടിയാണ് ഒരു ഗ്രൂപ്പിനെ കാലങ്ങളോളം, പേര് എ ഗ്രൂപ്പ് എന്നാണെങ്കിലും അതിൻ്റെ നെടുന്തൂൺ ഉമ്മൻചാണ്ടി ആയിരുന്നു. ഉമ്മൻചാണ്ടി സാർ പോയി, അതിനുശേഷം എ ഗ്രൂപ്പ് ദുർബലമായി പോയിട്ടുണ്ടോ? എ ഗ്രൂപ്പ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പ് ഇപ്പം ഒരു ഗ്രൂപ്പ് പ്രവർത്തനം സംസ്ഥാനത്തില്ല, അത് സത്യമാണ്. ഗ്രൂപ്പുണ്ട്, എല്ലാവരുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വന്നു, എ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, ഐ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായി ആളുകൾ മത്സരിച്ചു. എല്ലാ സ്ഥലത്തും തെരഞ്ഞെടുപ്പ് നടത്തി, ആളുകൾ ജയിക്കുകയും തോക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞതോടുകൂടി അവിടെ തീർന്നു. പിന്നെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പില്ല, എല്ലാവരും യോജിച്ച് പോകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റുമാർ എല്ലാം യോജിച്ച് വളരെ നല്ല രീതിയിൽ പോകുന്നു. ജില്ലയിലാണെങ്കിലും ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും എല്ലാവരും യോജിച്ച് പോകുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ഗ്രൂപ്പുണ്ട്. ഇപ്പം സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി സാറ് പോയി, ശരിയാണ്. ഉമ്മൻചാണ്ടി സാറ് പോയതോടുകൂടി ആ ഒരു വലിയ ശൂന്യത എവിടെയുണ്ട്? കോൺഗ്രസിൽ തന്നെ വലിയ ശൂന്യതയുണ്ട്. സ്വാഭാവികമായും ആ ശൂന്യത നികത്താവുന്ന നേതൃത്വം കോൺഗ്രസിലും ഇല്ല, ഗ്രൂപ്പിലും ഇല്ല, അത് സത്യമാണ്. ഈ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ട് മാത്രമാണ് എ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വത്തെയൊക്കെ വന്നത്, കണ്ണൂരിലടക്കം. അല്ലെങ്കിൽ ഒരു തരത്തിലും എ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്ന ഒരു നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആകുമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അടിത്തട്ടിൽ പ്രവർത്തകരുടെ, നേതാക്കളുടെ ഒക്കെ പിന്തുണയുണ്ട്. വീതം വെക്കലിൽ നിങ്ങൾ തഴയപ്പെടുകയും ചെയ്യുന്നു. വേദനയുണ്ടോ അതിൽ? ഇല്ല, വേദനയില്ല. എന്തായാലും സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ, യൂത്ത് കോൺഗ്രസ്സിലും ഉണ്ടല്ലോ. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റായി വന്ന ഒരാളാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ പാർട്ടിയിലും നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും എല്ലാ കാലത്തും എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് ഒരിക്കലും ഒരു പാർട്ടിക്കും പോകാൻ കഴിയില്ലല്ലോ, ഒരിക്കലും കഴിയില്ല. സംഘടനാ തെരഞ്ഞെടുപ്പ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ മാതൃകയിൽ കോൺഗ്രസിലും വേണം എന്നൊരാവശ്യമുണ്ടോ? വന്നാൽ നല്ലതാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നല്ലതാണ്, തെറ്റല്ല. അങ്ങനെ പുതിയ ആളുകൾക്ക് കടന്നു വരാനുള്ള ഒരു പ്രോസസ്സാണല്ലോ, കഴിവുള്ള ആളുകൾ കയറി വരാനുള്ള പ്രോസസ്സാണല്ലോ, നല്ലതാണ്. എപ്പോഴും ഈ നോമിനേഷൻ എന്നുള്ള രീതി മാറ്റണം. അല്ല, നോമിനേഷൻ എന്നുള്ള രീതി മാറ്റാനൊന്നും കഴിയില്ല. കാരണം കോൺഗ്രസിൻ്റെ ഒരു രീതി അങ്ങനെയാണ് പണ്ട് മുതലേ. അതാരെങ്കിലും ഒരാൾ വിചാരിച്ചാലൊന്നും മാറ്റാനൊന്നും കഴിയില്ല. പക്ഷേ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നല്ലതാണ്, ആ അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ ഈ പുനഃസംഘടനകളൊക്കെ വരാൻ പോകുമ്പോൾ ഇപ്പോൾ ഇരിക്കൂർ സീറ്റിൻ്റെ കാര്യത്തിൽ പോലും കഴിഞ്ഞ തവണ വലിയ തോതിലുള്ള പ്രയാസം എ ഗ്രൂപ്പിന് ഉണ്ടായി. കലാകാലങ്ങളായി നിങ്ങളുടെ എ ഗ്രൂപ്പിൻ്റെ എന്ന് പറയുന്ന ഒരു സീറ്റ് പോയി. അതിനുശേഷം കണ്ണൂർ DCCയുടെ കാര്യം വന്നപ്പോൾ അവിടെ സോണി സെബാസ്റ്റ്യനെയൊക്കെ പരിഗണിക്കും എന്നുള്ളൊരു ഉറപ്പ് നൽകിയിരുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അതൊന്നും പാലിക്കപ്പെടാതെ പോവുകയാണ്. എങ്ങനെയാണ് അതിനൊക്കെ ഗ്രൂപ്പ് കണ്ടത്? ഇനിയും അവസരമുണ്ടല്ലോ, ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്, പുനഃസംഘടന വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പരിഹരിച്ച് തന്നെ പോകും. പരിഹരിക്കാതെ പോകാൻ കഴിയില്ലല്ലോ എന്തായാലും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ സമയത്ത് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം, ഉമ്മൻചാണ്ടി അടക്കം അതിലൊരു വലിയ തോതിലുള്ള പ്രതിഷേധം. പക്ഷേ അന്നും നിങ്ങളുടെ ഗ്രൂപ്പ് എടുത്ത ഒരു തീരുമാനം, ഒരു കലാപത്തിലേക്കൊന്നും നിങ്ങൾ പോയില്ല. അത് പാർട്ടി താല്പര്യം, കോൺഗ്രസിൻ്റെ താല്പര്യം മുൻനിർത്തിയാണ്. പക്ഷെ എന്നും അങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അല്ല, നമ്മൾ എന്ത് വിഷയമുണ്ടെങ്കിലും നമുക്ക് പാർട്ടിയിൽ, കോൺഗ്രസിൻ്റെ ഒരു രീതി അതാണ്. കോൺഗ്രസ്സിൽ നമുക്ക് കലഹിക്കാനുള്ള അവസരമുണ്ട്.
അഭിപ്രായം പറയാം, ഒച്ച വെക്കാം, കലഹിക്കാം, അതിനൊക്കെ അവസരമുണ്ട്. പക്ഷെ അവസാനമാകുമ്പോൾ നമ്മളെല്ലാം വെക്കും. പാർട്ടി താല്പര്യം വരുമ്പോൾ നമ്മളെല്ലാം കൂടി അങ്ങ് വെക്കും. തെരഞ്ഞെടുപ്പ് വന്നാലും ബാക്കിയെല്ലാം മാറ്റി വെച്ച് നമ്മൾ ഒറ്റക്കെട്ടായി അങ്ങ് പോകും. അപ്പോൾ ഇരിക്കൂറിലും സംഭവിച്ചത് തന്നെയാണ്. പ്രതിഷേധം ഉണ്ടായി, ആ പ്രതിഷേധം നമ്മൾ ഉയർത്തി. പിന്നീട് നേതാക്കന്മാർ ഇടപെട്ടു, സംസാരിച്ചു. പാർട്ടി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങി, തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങി. പിന്നെ ആ പ്രശ്നം അവിടെ ഇല്ല. ആ ഇരിക്കൂർ സീറ്റ് തിരിച്ച് നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ നേതാക്കൾക്ക് തന്നെ മത്സരിക്കാനുള്ളൊരു അവസരം വേണം എന്നൊരാവശ്യവും ഉയരാൻ സാധ്യതയുണ്ടോ? അല്ല, ആവശ്യം ഉയരും സ്വാഭാവികമായിട്ടും. തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്. ആവശ്യമൊക്കെ ഉയരും, സ്വാഭാവികമായിട്ടും ഉയരുമല്ലോ. അത് ഇരിക്കൂർ എന്നുള്ളതല്ല, മാന്യമായൊരു അക്കോമഡേഷൻ കിട്ടണമെന്നുള്ളൊരു ആവശ്യം സ്വാഭാവികമായിട്ട് ഉയരും. അത് എവിടെയാണെങ്കിലും കൊടുക്കണമല്ലോ, എല്ലാവരെയും പരിഗണിച്ച് പോകണമല്ലോ. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം, ഈ കോൺഗ്രസിൽ ഈ മുസ്ലിം നേതാക്കൾ അവർ അവഗണിക്കപ്പെടുന്നുണ്ടോ? കാരണം ഏത് സീറ്റിൻ്റെ കാര്യം വരുമ്പോൾ മുസ്ലിം ലീഗിന് ഇത്ര സീറ്റ്, മുസ്ലിം ലീഗിന് അവിടെ ഇത്ര ആളുകൾ മത്സരിക്കുന്നു, മുസ്ലിം MLA-മാർ ഇത്ര, അല്ലെങ്കിൽ മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം ഇത്ര, UDF-ൽ ഇത്ര മുസ്ലിം ആളുകൾ മത്സരിക്കുന്നു, ഇതൊക്കെ പറഞ്ഞ് കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്ന കോൺഗ്രസിലെ നേതാക്കൾ തഴയപ്പെട്ടു പോകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല. ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടാവാം. അത് പക്ഷേ അതെല്ലാം ഓൾ കേരള വരുമ്പോഴത്തേനും അതെല്ലാം പരിഹരിച്ച് തന്നെയാണ് പോവുക. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു പ്രാദേശിക പാർട്ടി അല്ലല്ലോ, ഒരു സംസ്ഥാന പാർട്ടി അല്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസിന് ഈ കമ്മ്യൂണൽ ബാലൻസിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ജില്ല കേന്ദ്രീകരിച്ചൊന്നും ഒരിക്കലും നോക്കാൻ കഴിയില്ല. അത് സംസ്ഥാന തലത്തിലുള്ള ഒരു പുനഃസംഘടനയാണെങ്കിലും അതല്ലെങ്കിൽ സീറ്റുകളാണെങ്കിലും വരുമ്പോൾ അത് സംസ്ഥാന തലത്തിൽ അത് പരിഹരിച്ച് പോകാനേ കോൺഗ്രസിന് കഴിയുള്ളൂ. സ്വാഭാവികമായിട്ട് അത് പരിഹരിച്ച് പോവുകയും ചെയ്യും. ഞാനത് ചോദിക്കാൻ കാരണം, പല തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ മുഹമ്മദ് ബാസൂറിൻ്റെ ഒക്കെ പേര് അതിലിങ്ങനെ വരാറുണ്ട്. പക്ഷേ നേതൃത്വം അങ്ങ് പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിലേക്ക് എത്തുമ്പോൾ അതൊക്കെ അങ്ങ് വെട്ടിമാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. കാത്തിരിക്കാം, ഇനി അവസരമുണ്ടല്ലോ. മലപ്പട്ടം വിഷയവുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ അവർ തുടങ്ങിയത്. കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ അത് അവസാനിപ്പിച്ചത്. ഒരു കാര്യം മുഹമ്മദ് ബ്ലാത്തൂർ ഉറപ്പിച്ചു പറയുന്നു, 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ UDF കാട്ടിയ ഈ ഐക്യം തുടർന്നു കൊണ്ടുപോയാൽ ഭരണം ഉറപ്പാണ് എന്ന്. 100 സീറ്റിലധികം നേടി UDF-ന് അധികാരത്തിൽ വരാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ ഇന്ന് ഓരോ കോൺഗ്രസ്സുകാരനും വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം. PV അൻവർ എന്നത് ഒരു ഘടകമായി അവിടെ വർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും UDF-ന് തികഞ്ഞ ആത്മവിശ്വാസമാണ് നിലമ്പൂർ നൽകിയത്. അതോടൊപ്പം തന്നെയാണ് പാർട്ടി ഗ്രാമങ്ങൾ എന്ന ഒരു സംവിധാനം ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഇല്ല എന്ന് ഉറക്കെ പറയാനുള്ള ചങ്കൂറ്റവും കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിച്ചത്. മലപ്പട്ടം തന്നെയാണ് അതിന് ഉദാഹരണവും. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അദ്ദേഹം പറയാതെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കേണ്ട വിഷയമായി അത് മാറുമെന്ന കാര്യവും ഉറപ്പ്. എ ഗ്രൂപ്പിന്റെ പരാതി എപ്പോഴും അവരെ അവഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവരുടെ നേതാക്കളുടെ ഒറ്റ വാക്കിൻ്റെ പുറത്ത് ആ പ്രവർത്തകരാകെ പാർട്ടി തീരുമാനങ്ങൾക്കൊപ്പം എന്നും അടിയുറച്ച് നിന്നിട്ടുണ്ട്. ഇരിക്കൂറിലടക്കം അതാണ് നമ്മൾ കണ്ടത്. ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ട് പല അർത്ഥങ്ങളും ഉള്ള വാക്കുകൾ മുഹമ്മദ് ബ്ലാത്തൂരിൽ നിന്നും നമ്മൾ കേട്ടത്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാകുന്നു. മുഹമ്മദ് ബ്ലാത്തൂരിന് അർഹതപ്പെട്ട പല സ്ഥാനങ്ങളും കിട്ടിയിട്ടില്ല എന്ന് പല നേതാക്കളും ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോഴും അവിടെ മുഹമ്മദ് ബ്ലാത്തൂരിൻ്റെ ഒക്കെ പേര് കേൾക്കാറുണ്ട്. പക്ഷേ പരിഗണന ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെയും പരിഗണിക്കും എന്ന ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹത്തിന് തുറന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.